നമസ്കാരം. ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി DRDO വികസിപ്പിച്ച സൂപ്പർ സോണിക് മിസൈൽ അസിസ്റ്റഡ് ടോർപിഡോ സിസ്റ്റത്തിന്റെ പരീക്ഷണം ഇന്ത്യ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന് പ്രതിരോധ വകുപ്പ് അറിയിച്ചിരിക്കുന്നു. ഒഡീഷയിലെ ബാലസോറിലാണ് പരമ്പരാഗതമായ ടോർപിഡോ സംവിധാനങ്ങളെ കവച്ചുവെക്കുന്ന സ്മാർട്ട് എന്ന വിളിപ്പേരുള്ള ഈ സിസ്റ്റത്തിന്റെ പരീക്ഷണങ്ങൾ നടന്നിരിക്കുന്നത്. ഏറ്റവും വികസിതമായ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സംവിധാനം തയ്യാറാക്കിയിരിക്കുന്നത്. ഗ്രൗണ്ട് മൊബൈൽ ലോഞ്ചറിൽ നിന്നാണ് ഈ മിസൈൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അന്തർവാഹിനികളെ കാര്യക്ഷമമായി നേരിടുന്നതിന് ഇന്ത്യൻ നാവികസേനയെ ഈ സ്മാർട്ട് സിസ്റ്റം സഹായിക്കുക തന്നെ ചെയ്യും. ഒരു ടോർപിഡോ, പാരച്യൂട്ട് ഡെലിവറി സിസ്റ്റം, റിലീസ് മെക്കാനിസം തുടങ്ങിയവ ഈ സിസ്റ്റത്തിന്റെ ഭാഗമായി മീഡിയം റേഞ്ച് സൂപ്പർസോണിക് മിസൈലുകൾ വഹിക്കുകയും ചെയ്യുന്നുണ്ട്. എതിരാളികളുടെ അന്തർവാഹിനികളെ നേരിടുന്നതിന് വേണ്ടിയുള്ള പരമ്പരാഗതമായ ടോർപിഡോകളേക്കാൾ വളരെയധികം കരുത്തോടുകൂടിയാണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഈ സ്മാർട്ട് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന പുതിയ സംവിധാനം എത്തിയിരിക്കുന്നത്. ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി മികവുറ്റ ടോർപിഡോ സിസ്റ്റം വികസിപ്പിച്ചെടുത്തതിന് DRDOയെ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്മാർട്ട് സിസ്റ്റം വികസിപ്പിച്ചെടുത്തത് വഴി രാജ്യത്തിന്റെ നാവികസേന കൂടുതൽ കരുത്തു നേടും എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നതും. നമുക്കറിയാം, നിലവിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഉൾപ്പെടെ ചൈന കടന്നുകയറ്റങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. പല രാജ്യങ്ങളെയും ഒക്കെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ അനുമതി ഇല്ലാതെ തന്നെ ആ മേഖലയിൽ ചൈന നിരീക്ഷണം നടത്തുന്നുണ്ട്. ഇത്തരത്തിലുള്ള നീക്കങ്ങളെയൊക്കെ സമയബന്ധിതമായി തന്നെ എതിർക്കാൻ ഇന്ത്യക്ക് സാധിക്കുകയും ചെയ്യും ഈ പുതിയ സ്മാർട്ട് സിസ്റ്റത്തിലൂടെ. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.